അപ്പോൾ നമസ്കാരം, നമ്മൾ വർക്കലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. വർക്കലയിൽ ആഷിയാന ക്ലിഫ് ആൻഡ് ബീച്ച് റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇത് അഗോഡയിലൂടെയാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് ഒരു വലിയ സീസണൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റിസോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയാണ്, ഉള്ളിലുള്ള ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ സൗകര്യങ്ങളെല്ലാം തന്നെയുള്ളൊരു റിസോർട്ടാണിത്. ഇപ്പോൾ ഇൻസൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇരിക്കാനുള്ള നന്നായിട്ട് സീറ്റൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അപ്പിയറൻസ് ആണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ബീച്ചിനോട് ചേർന്നായിരിക്കും ഈ റിസോർട്ട് എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ കുറച്ച് മാറിയായത് കാരണം കൊണ്ട് ബീച്ചിൻ്റേതായ ഒരു എഫക്ട്സ് നമുക്കിതിനകത്ത് കിട്ടിയില്ല. റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ 2 ബെഡുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും റൂമിലുണ്ട്. AC ഉണ്ട്. അതുപോലെ ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റ്, അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളം ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു സൗകര്യമുണ്ട്. എന്നാൽ എല്ലാ റൂമിലും നമുക്ക് ബാത്ത് ടബ് ഇല്ല. അതുപോലെ റൂമിൻ്റെ പുറകിലേക്ക് ഒരു വാതിലുണ്ട്. അപ്പോൾ നമുക്ക് പുറകിലേക്ക് മാറി ഇറങ്ങുന്നതിന് മറ്റുള്ളവർ ഡിസ്റ്റർബ് ചെയ്യാതെ മാറുന്നതിന് പറ്റും. തൊട്ടടുത്ത് തന്നെ എല്ലാം തന്നെ ബീച്ചിനോട് ചേർന്ന് വരുന്ന റിസോർട്ടുകളാണ്. അവിടെ ഫുഡെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി അവർ പ്രത്യേകം വിദേശികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 2 റൂമാണ് എടുത്തത്. അപ്പോൾ രണ്ടാമത്തെ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബാത്ത് ടബ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് പൂൾ ഉണ്ടാവുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പൂളിൻ്റേതായ യാതൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഒരു കുറവ് നമുക്ക് വന്നു. പക്ഷേ ഇതിൻ്റെ ഇൻസൈഡും അതുപോലെ തന്നെ ഇൻറ്റീരിയറും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ വർക്കല റിസോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലൊക്കെ നോക്കി പോവുകയാണ്. ഓരോ സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും തന്നെ റിസോർട്ടുകളാണ്. എല്ലാം ബീച്ച് റിസോർട്ടെന്ന് എഴുതിയിരിക്കുന്നെങ്കിലും ബീച്ചിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ അതുപോലെ തന്നെ 1.5 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസിലാണ് റിസോർട്ടുകൾ വരുന്നത്, ബീച്ച് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ഫുഡൊന്നും അവൈലബിൾ അല്ല നമ്മൾ റൂമെടുത്തിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അപ്പിയറൻസ് ഉള്ള റെസ്റ്റോറൻറ്റുകളൊന്നും കാണാത്തത് കൊണ്ട് പലരും ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. പക്ഷെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ റെസ്റ്റോറൻറ്റിനും ഓരോ രീതിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ കഴിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് വട അതുപോലെ തന്നെ പരിപ്പോടയൊക്കെ ഇതിനകത്ത് ചെയ്തവർ വെച്ചിട്ടുണ്ട്. വിദേശികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതവർ തന്നെ എടുത്ത് സെർവ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കൈ കഴുകുകയാണ്. കറി പറഞ്ഞായിരുന്നു. ഞങ്ങൾ ചപ്പാത്തിയും പൊറോട്ടയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇനി ഒരു 2 ചിക്കൻ കറിയും 2 ബീഫ് കറിയും മേടിച്ചിട്ടുണ്ട്. KP ഒക്കെ വളരെ സന്തോഷമായിട്ടുണ്ട് ഈ ഫുഡ് കണ്ടു കഴിഞ്ഞു. നല്ല കളർഫുള്ളായിരിക്കും. അങ്ങനെ പൊറോട്ട വന്നു, നമ്മുടെ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നു, ബീഫ് കറി വന്നു, ചിക്കൻ കറി എടുത്തു വന്നു. അപ്പോൾ KPക്ക് കറിയൊക്കെ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇവിടെ മുഖത്ത് ഇവിടെ ചിരി വന്നേക്കണം. അതെ, അപ്പം ഞാനും ചിക്കൻ കറി ആദ്യം തന്നെ വിളമ്പി നോക്കിയേക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതിനകത്ത് ചിക്കൻ്റെ എന്തെങ്കിലും കഷ്ണങ്ങളുണ്ടോ? ഇത് മറ്റേ അതെ എടാ, ഇതിനകത്തേ എനിക്ക് ഇതിനകത്ത് ഒന്നും കാണാൻ പറ്റണില്ല കേട്ടോ. എന്തെങ്കിലും കാണുന്നുണ്ടോ ഇതിനകത്ത്? എന്തൊക്കെ ഇറങ്ങൂടാ KP ഒക്കെ. ഇനി ഇതേ മോബിനൊക്കെ അതേ ഇഷ്ടമാതിരി ടേസ്റ്റോടുകൂടി ഭക്ഷണം എടുത്ത് കഴിച്ചോണ്ടിരിക്കുക. സുമേഷിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവന് ആ വിശപ്പുണ്ടെങ്കിൽ പോലും അവന് ഒരിടത്തും ബാക്കി വയ്ക്കാണ്ട് കഴിക്കണുണ്ടോ.
ഇപ്പോൾ ബീഫ് കറിയും മേടിച്ചു, നമ്മൾ പൊറോട്ടയ്ക്ക് ചിക്കൻ കറിയും മേടിച്ചു. നമുക്ക് നോക്കാം ടേസ്റ്റ് കാര്യങ്ങൾ. അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. ഇവിടെ എത്ര പറഞ്ഞു? 10 രൂപയ്ക്കല്ലേ എല്ലായിടത്തുള്ളൂ. അപ്പം ഞങ്ങളിവിടുത്തെ ഓട്ടോറിക്ഷ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ മാത്രമാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്, അല്ലാത്ത ദിവസങ്ങളിൽ അത്ര തിരക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി കരിമണൽ ബീച്ചിലേക്കാണ് പോകാൻ പോണത്. അതായത് ഇവിടെ KPക്ക് ആകെ ഒരു വിഷമം എന്നുള്ളത് തല കാണുമെന്നുള്ളതാണ്. പക്ഷേ അത് കാരണം കൊണ്ട് കൂളിംഗ് ഗ്ലാസും തൊപ്പിയൊന്നും എടുക്കാതെയാ KP നമ്മുടെ കൂടെ വന്നത്. അപ്പോൾ ഞങ്ങൾ കരിമണൽ ബീച്ചിലേക്ക് പോവാണ്. അവിടെ കറുത്ത മണലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. പിള്ളേരൊക്കെ പണ്ട് ഒരു കാറിന്റെ അതൊക്കെ ഇടാനായിട്ട് എടുക്കുമായിരുന്നോ? അത് ഉണ്ടാക്കി എടുക്കണത്. അത് പേര് പറയും, കയറ്റുന്നതാണോ? എന്റെ വണ്ടി കിട്ടണ്ടായിരുന്നു. ഇത് പെർഗോളാന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. ഇനി അത് വെച്ചിട്ടേക്കനാണോ? ഇപ്പൊ ഈ നമ്മൾ കാണിച്ചതിന് ഒരു പ്രത്യേക പേരുണ്ടെന്ന് പറയണേ. അപ്പൊ നമുക്ക് അതിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. അറിയാവുന്നവര് കമന്റ് ചെയ്യണം. പെർഗോളാന്നൊക്കെ ഇവിടെ പറഞ്ഞു, പക്ഷെ അതൊന്നും അല്ലാന്നാണ് ഷാൻ പറയണത്. തോന്നുന്നു. എന്തറിയാൻ പറഞ്ഞാൽ അറിയാവുന്നവർ കമന്റ് ചെയ്യാം. വർക്കല ഭാഗത്ത് വളരെ ട്രെൻഡിങ് ആയിരുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞങ്ങളതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സമയത്തും ഇങ്ങനെ വിദേശികൾ വരുന്നതുകൊണ്ട് ഇവിടെ ശില്പങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള സംഭവങ്ങളൊക്കെ മുന്നിൽ കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഹോം സ്റ്റേകളാണ്. ബൈക്ക് റെൻ്റൽ, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും നൽകിക്കൊണ്ടാണ് ഇവിടെ ആളുകൾ ഈ ഹോം സ്റ്റേ ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്ലാക്ക് ബീച്ചിലേക്കുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബീച്ചിലേക്ക് എത്താറായി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നടന്നു പോരാൻ നല്ല രസമായിരുന്നു, കാരണം ഇടവഴിയിലൂടെയുള്ള യാത്രയായിരുന്നു. തിരക്കൊന്നും ഇല്ലാതിരുന്നതിൻ്റെ ഒരു വൈബ് കുറവുണ്ടായിരുന്നു. എന്നാലും ബീച്ചിൻ്റെ എഫക്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് പറയാനില്ല കേട്ടോ, എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇവിടുത്തെ ഈ മണൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു കറുത്ത മണലാണ് നമുക്കിതിനകത്ത് ഈ തീരത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്നത്. ബീച്ച് കാണാനായിട്ടേ വളരെയധികം ഭംഗിയാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ ഒരു എഫക്റ്റീവാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് തിരമാല അടിക്കുന്ന അതേ സൗണ്ടും അതുപോലെ തന്നെ ഈ ഏരിയ മൊത്തം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അതാണ് ഈ ബ്ലാക്ക് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഇതിൻ്റെ ആ ഒരു ഭംഗി വളരെ ഞാനില്ല അതിനകത്ത്. ബീച്ചിലെ മണൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കറുത്ത കളർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഈ തിരമാലയും വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതിന് ചുറ്റും റിസോർട്ടുകളാണ്. അപ്പോൾ ഈ റിസോർട്ട് ഈ ബീച്ചിനടുത്തേക്ക് വരുന്തോറും റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ കറുത്ത കളറിലുള്ള മണലാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴല്ലോ ഒരു ഈ തിരമാലയ്ക്ക് ഇങ്ങനെ വെള്ള കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കരിമണൽ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഈ ഇത് കാണാനായിട്ട് വളരെയധികം ഭംഗിയാണ്.
ഓ എൻ്റെ നല്ല ആ ഉയർന്നു തന്നെ തിര കാണുമ്പോൾ എന്നുള്ള എഫക്റ്റ് ഒന്നും വേറെ ഇല്ല. ഞാനിവിടേക്ക് തിരിച്ചു കയറി പോന്നു. ഓക്കെ, ഇതിന് ചുറ്റും അവരെങ്ങോട്ട് നടന്നെങ്കിൽ നമുക്ക് നടക്കാം. എവിടെ വിളിക്കട്ടെ? ആ വിളിച്ചോ. ഇനി നമ്മൾ ക്ലിഫിൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ പോവുകയാണ്. ഇതിന് ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിഫ് ഏരിയയൊക്കെ നമുക്ക് നടക്കാനായിട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നടക്കാം. ഇവിടെ അടുത്തെല്ലാം തന്നെ റിസോർട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ബീച്ചുകൾ ധാരാളമുള്ള റിസോർട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതെ, അപ്പോൾ ഇത് വോക്ക് വേ ആണല്ലേ. അപ്പോൾ ഞങ്ങളിന്ന് ബ്ലാക്ക് ബീച്ച് റിസോർട്ടിൻ്റെ വോക്ക് വേയിലൂടെയാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ക്ലിഫ് ഏരിയയിലേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ഒരു വോക്ക് വേ ആണ്. അതായത് ക്ലിഫ് ഏരിയ എന്ന് പറയുന്ന ഭാഗം ഈ റിസോർട്ടുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇടയിലൂടെ തന്നെയാണ് നടക്കാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ രാത്രി ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ആ ശരി കേട്ടോ. വോക്ക് വേയിലൂടെയുള്ളൊരു നടപ്പാണത്. ഇതിനാണ് ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത് അല്ലേ? ഓ, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേര് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ആ പേര് കിട്ടി. ഡ്രീം ക്യാപ്ചർ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ആദ്യം നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ പേരാണത്. ഇത് മൊത്തം ഇതാണോ വോക്ക് വേ? അത് പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് റിസോർട്ടുകളുടെ ഭാഗമാണോ എന്ന് നമുക്കിങ്ങനെ തോന്നും. പക്ഷേ നമുക്ക് എല്ലാവർക്കും നടന്നു പോകാവുന്നൊരു ഭാഗമാണത്. ക്ലിഫ് ഏരിയയാണത്. ഈ ക്ലിഫ് ഏരിയയിലൂടെയുള്ള ഈ നടത്തം വളരെ രസകരമാണ്. ചെറിയ ചെറിയ കടകൾ ഇങ്ങനെ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ധാരാളം വിദേശികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഈ നല്ല വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കുണ്ടായില്ല. പക്ഷേ ഇതിലൂടെയുള്ള നടത്തത്തിൽ ഇതിൻ്റെ ഈ സൈഡെല്ലാം കാണാനായിട്ട് എന്തെന്നാ പറയുന്നത്, വളരെ ഭംഗിയാണ്. വളരെ വൃത്തിയുള്ളൊരു ബീച്ചാണ് ഈ വർക്കല ബീച്ച് എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഗോവൻ സിറ്റുവേഷൻ തന്നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കടകളും അതുപോലെ തന്നെ ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനൊരു മിനി ഗോവ എന്ന് തന്നെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്ലാക്ക് ബീച്ച് റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വോക്ക് വേ ഉണ്ട്. പെട്ടെന്ന് നമുക്കിതൊന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് നമുക്കിതിങ്ങനെ മനസ്സിലാവില്ല. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് നമുക്ക് പെട്ടെന്ന് വിചാരിക്കും. പക്ഷേ ഈ വോക്ക് വേയിലൂടെ നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ പാസ് ചെയ്യാവുന്നതാണ്. ഇതിനോട് ചേർന്നാണ് ഹോട്ടലുകൾ അതുപോലെ തന്നെ മറ്റു റിസോർട്ടുകളൊക്കെ പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഈ വോക്ക് വേയിലൂടെ നമുക്ക് ഈ കടലിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് നമുക്ക് നടക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തിന് നോർത്ത് ക്ലിഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുള്ളൊരു പ്രദേശമാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്ക് വരും. വിദേശികളെല്ലാം തന്നെ ധാരാളം ആളുകൾ ഞങ്ങൾ പോരുന്ന വഴിക്കെല്ലാം കണ്ടായിരുന്നു. പിന്നെ അവരുടെ പ്രൈവസിയെ മാനിച്ച് നമ്മൾ അവരുടെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മുന്നിലൂടെ പാസ് ചെയ്തവരുടെ മാത്രം ഒരു വീഡിയോ നമ്മൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ആളുകൾ ധാരാളം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടൽ തീരത്ത് ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കണ്ടും അവരായിട്ട് സംസാരിച്ചുമൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വർക്കല ബീച്ചിലാണ്. വർക്കല ബീച്ചിൽ ഈ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3:30 സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വളരെ ഭംഗിയുള്ളൊരു സമയമാണിത്.
വർക്കല ബീച്ച് വളരെ വൃത്തിയുള്ളൊരു ബീച്ചാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഫാമിലിയായിട്ട് ഒരു ദിവസം പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഫാമിലിയായിട്ട് പോകുന്നവർക്ക് ബീച്ചിനെ കുറിച്ച് ചെറിയൊരു ധാരണയും അതുപോലെ തന്നെ റിസോർട്ട് അല്ലെങ്കിൽ റൂം ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയും കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.